ഇന്നൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പല കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ പറ്റാത്തവർക്ക് സീനിയോറിറ്റി നഷ്ടപ്പെടാതെ രജിസ്ട്രേഷൻ പുതുക്കാനായിട്ട് ഒരു അവസരം വന്നിട്ടുണ്ട്. 1/1/1995 മുതൽ 31/12/2024 രജിസ്ട്രേഷൻ പുതുക്കാത്തവർക്കാണ് ഈ ഒരു അവസരം വന്നിരിക്കുന്നത്. ഓൺലൈനായിട്ടും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പുതുക്കാനായിട്ട് സാധിക്കും. അതിനായി employment.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. ഈ ഇൻ്റർഫേസിൽ നമ്മൾ താഴെ പോകുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. പ്രത്യേക പുതുക്കൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ പ്രത്യേക പുതുക്കൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്തൊരു ഇൻ്റർഫേസ് വരും. അതായത് ഈ ഒരു ഇൻ്റർഫേസിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഡിസ്ട്രിക്ട്, ലോക്കൽ ബോഡി, എക്സ്ചേഞ്ച്, വാർഡ്, ജെൻഡർ, രജിസ്ട്രേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇതെല്ലാം ഫില്ല് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സീനിയോറിറ്റി നഷ്ടപ്പെടാതെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കാനുള്ള അവസാന തീയതി 30/4/2025 അപ്പോൾ എല്ലാവരും ഓൺലൈൻ കയറി ഈ ഒരു രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ചെയ്യുക. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അടുത്ത റിന്യൂവലിൻ്റെ PDF നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് വേണം.